ഓരോ ദിവസവും കഴിയുന്തോറും ജീവിതം ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിന് ഒരർത്ഥം കണ്ടെത്താൻ പറ്റുന്നില്ല. ജീവിതത്തിലൊന്നും എത്തിപ്പിടിക്കാൻ പറ്റുന്നില്ല. നമ്മൾ ആഗ്രഹിക്കുന്നതൊന്നും നടക്കുന്നില്ല. ഒരു സപ്പോർട്ടും ജീവിതത്തിൽ കിട്ടുന്നില്ല. ഒന്നും അങ്ങോട്ട് ഒത്തുവരുന്നില്ല. ഇങ്ങനെയൊക്കെ ജീവിതത്തിലുണ്ടാകുമ്പോൾ ജീവിതത്തിൽ മടുത്തു പോകുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങൾ എത്തിപ്പിടിക്കാൻ പറ്റില്ലാത്തത്ര ദൂരത്തിലാണെന്ന് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ തോറ്റു കൊടുക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഗീവ് അപ്പ് ചെയ്യാൻ തോന്നുന്നുണ്ടോ? എന്ത് പ്ലാൻ ചെയ്താലും നടക്കുന്നില്ല. ജീവിതത്തിൽ വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നത്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരിലേക്ക് നമ്മൾ നോക്കുമ്പോൾ പലരും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അവർ ജീവിക്കുന്നുണ്ട്. അവർ പല കാര്യങ്ങൾ നേടുന്നുണ്ട്. അവർ പുതിയ ജോലിയിൽ കയറുന്നുണ്ട്. പുതിയ കമ്പനിയിലേക്ക് എത്തുന്നുണ്ട്. നമ്മൾ മാത്രം എവിടെയും എത്തുന്നില്ല എന്നൊരു ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നോക്കുക നിർത്തിയിട്ട് നമ്മുടെ തന്നെ ജീവിതത്തിലേക്ക് നോക്കുക. മറ്റുള്ളവരുടെ ജീവിതവുമായി നമ്മുടെ ജീവിതങ്ങൾ വെച്ച് നോക്കരുത്. എവ്രി വൺ ഹാസ് ദെയർ ഓൺ ഷെയർ ഓഫ് ബാറ്റിൽ. തോറ്റു പോകുന്നുവെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗീവ് അപ്പ് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഇങ്ങനെ ഒരു പോയിന്റിൽ എല്ലാവർക്കും ജീവിതത്തിൽ തോന്നിയിട്ടുണ്ട്. ഒരിടത്തും എത്തുന്നില്ല എന്ന്, അല്ലെങ്കിൽ മടുത്തു പോകുന്നുണ്ട് എന്ന്, അല്ലെങ്കിൽ ഗീവ് അപ്പ് ചെയ്യണമെന്ന്. അതിനപ്പുറം നമ്മൾ പോകണം. ജീവിതത്തെ അല്പം കൂടി വലിയ ലെൻസിലൂടെ കാണാൻ പഠിക്കുക. എ ബിഗർ പിക്ചർ. ഡോണ്ട് ലെറ്റ് എ ബാഡ് ഡേ മേക്ക് യു ഫീൽ ലൈക്ക് യു ഹാവ് എ ബാഡ് ലൈഫ്. ഒരു റിസൾട്ട് കിട്ടാത്ത ദിവസം കൊണ്ട് നമ്മുടെ ജീവിതത്തെ അളക്കരുത്. അല്ലെങ്കിൽ നമുക്ക് ഡിസിപ്ലിൻ ഇല്ലാതെ പോയ ഒരു ദിവസം കൊണ്ട് നമ്മുടെ ജീവിതത്തെ മുഴുവൻ ചെറുതായി കാണരുത്. നമ്മൾ പലപ്പോഴും ഒരു ചെറിയ പ്രവൃത്തി നമ്മുടെ ജീവിതം മാറ്റും, ഒരു ചെറിയ കാര്യം നമ്മുടെ ജീവിതം മാറ്റും, ഒരു ചെറിയ തോട്ട് നമ്മുടെ ജീവിതം മാറ്റും എന്ന് നമ്മൾ വിചാരിക്കാറുണ്ട്. പക്ഷേ അങ്ങനെയല്ല. നമ്മൾ ഓരോ ദിവസവും എന്ത് ചെയ്യുന്നു, ഡേ ആഫ്റ്റർ ഡേ നമ്മൾ എന്തിലേക്കാണ് വർക്ക് ഇടുന്നത് എന്നുള്ളതാണ്. നമ്മുടെ ജീവിതം ഒരു ദിവസം കൊണ്ട് മാറുന്നതല്ല. നമ്മൾ ഓരോ ദിവസവും കഴിയുന്തോറും കാണുന്ന സ്വപ്നങ്ങൾ, നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങൾ, നമ്മൾ ചിന്തിക്കുന്ന ചിന്തകൾ. വി ക്യാൻ ചൂസ് ടു ഇംപ്രൂവ് അവർ ലൈഫ്. നമ്മൾ പലപ്പോഴും വേഗത്തിൽ കാര്യങ്ങൾ നടക്കണം, വേഗത്തിൽ റിസൾട്ട് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് മടുത്തു പോകുന്നത്. ഒരു ദിവസം തോറ്റുവെന്ന് വിചാരിച്ചോ, ഒരു ദിവസം മടുത്തുവെന്ന് വിചാരിച്ചോ നമ്മൾ നിർത്തിപ്പോയാൽ ഒരിടത്തും എത്തില്ല. അങ്ങനെ നിർത്തിപ്പോകാൻ തുടങ്ങിയാൽ നമ്മൾ കാണുന്ന ഈ ലെജൻസ് ഒന്നും, നമ്മൾ വായിക്കുന്ന കഥകളൊന്നും നമുക്ക് കിട്ടില്ലായിരുന്നു. ആയിരക്കണക്കിന് ഫുട്ബോൾ ഫാൻസിന്റെ ഹൃദയം നേടിയെടുത്ത മെസ്സി ഉണ്ടാവുകയില്ലായിരുന്നു. അല്ലെങ്കിൽ ഒരുപാട് യുവാക്കളെ ഇൻസ്പയർ ചെയ്ത റൊണാൾഡോ എന്നൊരു ഫിഗർ ഉണ്ടാവില്ലായിരുന്നു. അല്ലെങ്കിൽ അമേരിക്കയുടെ ചരിത്രം മാറ്റിവരച്ച ലിങ്കൺ എന്നൊരു മനുഷ്യൻ ഉണ്ടാവില്ലായിരുന്നു. ഉസൈൻ ബോൾട്ട് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ മനുഷ്യൻ അറിയപ്പെടുന്നുണ്ട്. പക്ഷേ 2004 ഏതൻസിൽ നടക്കുന്ന ഒളിമ്പിക്സ്, ഒരുപാട് സ്വപ്നങ്ങളോടെ, ഒരുപാട് കോൺഫിഡൻസോടെ ആ മനുഷ്യൻ മത്സരത്തിനെത്തി. ചെറിയൊരു ഹാംസ്ട്രിങ് ഇഞ്ചറി, 200 മീറ്റർ ഹീറ്റ്സിൽ നിന്ന് ഗ്രൂപ്പ് ലെവൽ പോലും കടക്കാതെ ആ മനുഷ്യൻ പുറത്തായി. 2005 വേൾഡ് ട്രാക്ക് ആൻഡ് ഫീൽഡ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ അവസാന സ്ഥാനത്തെത്തി. അവിടെ ആ മനുഷ്യൻ തോറ്റുകൊടുത്തിരുന്നെങ്കിൽ, എല്ലാം മതിയാക്കിയിരുന്നെങ്കിൽ ഇന്ന് അങ്ങനെയൊരു ഏറ്റവും വേഗതയേറിയ മനുഷ്യൻ ഉണ്ടാവുമായിരുന്നില്ല. ജാക്ക് ആൻഡ് ഫീൽഡ് പറയുന്നുണ്ട്, ദി ലോങ്ങർ യു ഹാങ് ഇൻ ദർ, the greater the chance that something will happen in your favor. No matter how hard it seems, the longer you persist, the more likely your success. നമ്മൾ എത്രത്തോളം പിടിച്ചു നിൽക്കുന്നു എന്നുള്ളത്, നമ്മൾ എത്ര കാലം പരിശ്രമിക്കും എന്നുള്ളത് ഒരു വലിയ മാറ്റം ഉണ്ടാക്കും. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഹാർഡ് വർക്ക് ചെയ്യുന്നവരെല്ലാം എല്ലായിടത്തും എത്തുന്നുണ്ടോ? ഇല്ല. നമ്മുടെ റിസൾട്ട് നമ്മുടെ കയ്യിലല്ല ഇരിക്കുന്നത്. നമ്മൾ എത്ര വർക്ക് ചെയ്താലും നമ്മുടെ റിസൾട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് 1000 ഫാക്ടേഴ്സിനെയാണ്. 1000 കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്താണ് അതിരിക്കുന്നത്. പക്ഷേ ഹാർഡ് വർക്ക് കിട്ടില്ലെങ്കിൽ ആ റിസൾട്ട് ഒരിക്കലും ഉണ്ടാവില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. ഓരോ പ്രാവശ്യവും നമ്മൾ പിടിച്ചു നിൽക്കുമ്പോൾ, ഓരോ പ്രാവശ്യവും പരിശ്രമിക്കുമ്പോൾ നമ്മുടെ സാധ്യതകൾ നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ സ്റ്റീഫൻ കിങ് എന്നു പേരുള്ള പ്രശസ്തനായ ഒരു എഴുത്തുകാരനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓൺ റൈറ്റിംഗ് എന്ന പുസ്തകത്തിൽ അദ്ദേഹം തൻ്റെ എഴുത്തിൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. 12ാമത്തെ വയസ്സിൽ അദ്ദേഹം ചെറുകഥകൾ എഴുതി മാഗസിൻസിന് അയക്കാൻ തുടങ്ങി. ഓരോ ചെറുകഥയും തിരിച്ചു വരും. ഒരു കുറിപ്പും ഉണ്ടാകും കൂടെ, കൊള്ളാമായിരുന്നു പക്ഷേ ആയിട്ടില്ല, കൊള്ളാമായിരുന്നു പക്ഷേ റിജക്റ്റഡായി. ഇപ്പോൾ ഒരു റിജക്ഷൻ്റെ ഒരു ചെറിയ കുറിപ്പും അല്ലെങ്കിൽ ചെറിയൊരു അപ്രീസിയേഷനും കൂടെ ഉണ്ടാവും. അങ്ങനെ ഓരോ ചെറുകഥയ്ക്ക് ശേഷവും അദ്ദേഹം ചെറുകഥ എഴുതിക്കൊണ്ടിരുന്നു. ഓരോ കഥ തിരിച്ചു വരുമ്പോഴും അദ്ദേഹം ഒരു കഥ അങ്ങോട്ട് അയച്ചു കൊണ്ടിരുന്നു. അങ്ങനെ 5 വർഷങ്ങൾക്കപ്പുറം അദ്ദേഹത്തിന്റെ 18ാമത്തെ വയസ്സിൽ കോമിക്സ് റിവ്യൂ എന്ന് പറയുന്ന മാഗസീനിലാണ് ആദ്യത്തെ കഥ പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഇന്ന് ഈ മനുഷ്യൻ ആരാണെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തെ പറ്റി നമ്മൾ കൂടുതൽ അറിയുമായിരിക്കും. ഷോഷാങ്ക് റിഡംഷൻ എന്ന വിശ്വവിഖ്യാതമായ സിനിമ ഇദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ നിന്ന് അഡാപ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹം പറയുന്നുണ്ട്, എഴുത്തുകൊണ്ട് ജീവിക്കാൻ കഷ്ടപ്പെട്ടിട്ടുള്ള ഒരുപാട് നാളുകളുണ്ട്. പക്ഷേ ആ കാലഘട്ടത്തിൽ ഞാൻ ഉണ്ടാക്കിയെടുത്ത എൻ്റെ എക്സ്പീരിയൻസുകളുണ്ട്, എൻ്റെ പോരാട്ടമുണ്ട്. ആ പോരാട്ട വീര്യം എന്നിൽ നിന്നിനി ആർക്കും തിരുത്തി മാറ്റാൻ പറ്റില്ല. ഐ എം നോട്ട് സേ ഇറ്റ്സ് ഗോയിങ് ടു ബി ഈസി. നത്തിങ് ഇൻ ലൈഫ് ഈസ് ഈസി, ബട്ട് ദാറ്റ്സ് നോ റീസൺ ടു കീപ് അപ്പ്. എന്തെങ്കിലും ഒരു കാര്യം എളുപ്പമല്ല എന്ന് പറഞ്ഞ് നമ്മൾ വേണ്ട എന്ന് വെക്കരുത്. കാരണം ജീവിതത്തിൽ ഒന്നും എളുപ്പമല്ല. നമ്മൾ നമ്മുടെ ഫുൾ കമ്മിറ്റ്മെൻറ്റ് കൊടുക്കാൻ തുടങ്ങുമ്പോൾ, ഓരോ ദിവസവും പരിശ്രമിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളെ കൊണ്ട് എത്രത്തോളം കഴിയും എന്ന് നമ്മൾ തിരിച്ചറിയും. നമ്മുടെ തന്നെ പോരാട്ടത്തിൻ്റെ ശക്തി കൂടുന്നത് നമ്മൾ കാണും. നമ്മുടെ ശരിക്കുമുള്ള കേപ്പബിലിറ്റി നമ്മൾ അറിയാൻ തുടങ്ങും. Anyone can give up. It is the easiest thing in the world to do. But to hold it together when everyone would accept you to fall apart, now that is true strength. എല്ലാവരും നിങ്ങൾ തോക്കുമെന്ന് വിചാരിക്കുമ്പോൾ, നിങ്ങൾ പോലും നിങ്ങളെ തന്നെ സംശയിക്കുമ്പോൾ പിടിച്ചു നിൽക്കുക. തോറ്റു കൊടുക്കരുത്. ഒരേ ഒരു കാര്യം മാത്രം,
ഇന്നാണ് നിങ്ങൾ ആ സ്വപ്നം വേണ്ട എന്ന് വെക്കുന്നതെങ്കിൽ, ഇന്നാണ് നിങ്ങൾ ഗീവ് ചെയ്യുന്നതെങ്കിൽ, ഡോണ്ട് ഡു ഇറ്റ് ടുഡേ. ട്രൈ അഗെയിൻ ആൻഡ് യു വിൽ ഫൈൻഡ് എ വേ. ഒബ്സ്റ്റക്കിൾസ് don't have to stop you. If you run into a wall, don't turn around and give up. Figure out how to climb it. Go through it or work around it. Try again and you will find a way.